ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം. സ്റ്റീൽ, സിമന്റ്, പൈപ്പ്, ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ, ഓട്ടുപാറ, പരുത്തിപ്ര. നിറച്ചാർത്തിന്റെ നിഫെസ്റ്റ് 9 സമർപ്പണത്തിന്റെ ഭാഗമായുള്ള വിലാസിനി അനുസ്മരണം ഡിസംബർ 1 ഞായറാഴ്ച എങ്കക്കാട് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ സ്മാരക വായനശാലയിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ നിരൂപകനും സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറിയുമായ ഡോക്ടർ കെ.പി. മോഹനൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. കാലത്തിനു മുൻപേ സഞ്ചരിച്ച ക്രാന്തദർശിയായിരുന്ന വിലാസിനി കാലങ്ങൾക്കിപ്പുറം വിപണി കേന്ദ്രീകൃതമായി മാറിയ മനുഷ്യബന്ധങ്ങളുടെ ശിഥിലതയെ അവകാശികളിൽ അടയാളപ്പെടുത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വലേ എന്ന പുസ്തകം മാധ്യമപ്രവർത്തകർക്കുള്ള പാഠപുസ്തകമാണെന്നും മാധ്യമ ലോകത്ത് ഭാവിയിൽ വരാനിരിക്കുന്ന മൂല്യച്യുതികളെക്കുറിച്ചുള്ള സൂചനകൾ അതിൽ അടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നോവൽ എന്ന സാഹിത്യ ശ്രേണിയിലായിരുന്നു അദ്ദേഹത്തിന്റെ താല്പര്യവും സംഭാവനകളും. ചെറുകഥകൾ എഴുതിയതായി അറിവില്ല. കവിതയിലാണ് തുടക്കമിട്ടതെങ്കിലും ആ വഴിക്ക് മുന്നോട്ടു പോയില്ല. നോവലുകളെ കുറിച്ചുള്ള വിലാസിനിയുടെ നിരൂപണങ്ങൾ ലോക ക്ലാസിക്കുകളിലുള്ള അപാരമായ അദ്ദേഹത്തിന്റെ അറിവും മലയാള നോവൽ സാഹിത്യത്തോടുള്ള തൃപ്തിക്കുറവും എടുത്തു കാണിക്കുന്നതാണ് എന്നും മോഹനൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. ജനപ്രിയ സാഹിത്യകാരന്മാരായ വയലോപ്പിള്ളിയെയും ഉറൂബിനെയുമെല്ലാം വിമർശിക്കാൻ അദ്ദേഹം മടി കാണിച്ചില്ലെന്ന് മാത്രമല്ല, മലയാള സാഹിത്യത്തിന് ഏറെയൊന്നും പരിചിതമല്ലാതിരുന്ന ബോധധാരാ സംഗീതത്തിൽ ഊഞ്ഞാൽ, ഇണങ്ങാത്ത കണ്ണികൾ, ചുണ്ടെലി, അവകാശികൾ പോലുള്ള ക്ലാസിക്കുകൾ മലയാളത്തിന് സംഭാവന ചെയ്യുകയും ചെയ്തുവെന്ന് കെ.പി. മോഹനൻ പറഞ്ഞു. നോവൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആ നോവലിന്റെ കൂട്ടത്തിൽ തന്നെ 4200 പരം പേജുകളുള്ള ബൃഹത്തായ ഒരു നോവൽ, അവകാശികൾ പോലുള്ള നോവൽ എഴുതുകയും ചെയ്യുന്നുണ്ട്. നോവൽ എന്ന മാധ്യമത്തെ കുറിച്ച് അത്രയും താല്പര്യമായിരുന്നു വിലാസിനിക്ക്. നോവൽ രചനയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നു വിലാസിനി. നമ്മുടെ തൊട്ടടുത്ത് കരുമത്രയിലാണ് ജനനവും പ്രാഥമിക വിദ്യാഭ്യാസവും ഒക്കെ. വടക്കാഞ്ചേരി സ്കൂൾ പഠിച്ചു, തൃശ്ശൂരിൽ സെൻറ് തോമസ് കോളേജിൽ പഠിച്ചു. അതിനുശേഷം കുറച്ചു കാലം 2-3 കൊല്ലം ഇവിടെ കേരളത്തിൽ തന്നെ അധ്യാപകനായിട്ട് ജോലിയെടുത്തു. പിന്നെ അന്നത്തെ കാലത്ത് ഒരുവിധം ഡിഗ്രിയൊക്കെ എടുത്തിട്ടുള്ള എല്ലാ ആൾക്കാരും ചെയ്യുന്നത് പോലെ അദ്ദേഹം ബോംബെയിലേക്ക് കുടിയേറി. ബോംബെയിൽ 2-4 കൊല്ലം ഒരു ഗുമസ്തനായിട്ട് ജോലിയെടുത്തതിന് ശേഷം അദ്ദേഹം സിംഗപ്പൂരിലേക്ക് പോകുന്നു. അവിടെ ഒരു മൂവി ചാനലിൻ്റെ പത്രാധിപരായിട്ട് 2-3 കൊല്ലം പ്രവൃത്തിയെടുക്കുന്നു. അതിനുശേഷം ഒരു അഖില ലോക വാർത്താ ഏജൻസി ആയിട്ടുള്ള AFPയുടെ അലയൻസ് ഫ്രാൻസ് പ്രസ് എന്ന് പറയുന്ന ഒരു വാർത്താ ഏജൻസി ഗ്രൂപ്പിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് കുറച്ചു കാലം ജോലിയെടുത്തു. ഒരു 10 കൊല്ലക്കാലം അതിൽ പണിയെടുത്തു. പിന്നീട് അതിൻ്റെ ഡയറക്ടറായിട്ട് മാറി. അന്നത്തെ കാലത്ത് വളരെ കവറ്റബിൾ ആയിട്ടുള്ള, വളരെ വളരെ ആകർഷണീയമായിട്ടുള്ള ജോലിയായിരുന്നു. കരുമത്രയിലുള്ള വിലാസിനിയുടെ കുടുംബാംഗവും പങ്കെടുത്ത ചടങ്ങിൽ നിറച്ചാർത്ത് അംഗങ്ങളായ അനീഷ് കുങ്കുമത്ത്, അരവിന്ദ് ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. BCV ന്യൂസ്, എങ്കക്കാട്.